പിന്നെ ഇത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ എങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പലരും പല വേർഷനിലാണ്. എൻ്റെ വേർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ നല്ല ഇങ്ങനെ കനം കുറഞ്ഞ് ചീകി പോലെ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം കുരുമുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചേർത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തന്തൂരി മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യുന്നത്. ഈ തൈര് വെള്ളം പോയിട്ട് ഒരു കട്ടി തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഏകദേശം ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കളർ ചേർക്കാം. വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കളർ ചേർത്തിട്ടില്ല. ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കൊരു പാൻ എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 പട്ട, പിന്നെ ഒരു 3 ഏലയ്ക്ക, പിന്നീട് 2-3 ഗ്രാമ്പു, പിന്നീട് ഒരു ചെറിയ കറുത്ത ഏലക്കയില്ല, അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഉള്ളി ഒരു 2 എണ്ണം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറിയാം. ഞാനിങ്ങനെ ക്യൂബ്സ് പോലാണ് അരിഞ്ഞത്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു 15 കാഷ്യൂനട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വഴറ്റുന്നത്. ഇനി നമ്മൾ ഇതിലേക്കൊരു 4 തക്കാളി, വേണമെങ്കിൽ 5ഉം ചേർക്കാം. അപ്പോൾ കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ 4 തക്കാളി ചേർത്തത്. നല്ല കുറുകിയ ചാറ് വേണമെങ്കിൽ ഇത്രയും വേണം. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് വഴറ്റണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് അധികം എരിയും കാണത്തില്ല, പക്ഷേ നല്ലൊരു കളറൊക്കെ കിട്ടും. ഇതിലേക്ക് നമ്മൾ ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അങ്ങനെ വഴലുമ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഒരു 250 ml വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിതിൽ നേരത്തെ ഇട്ടിരിക്കുന്ന ആ പട്ടയും ഗ്രാമ്പും ഒക്കെ നമുക്കങ്ങ് എടുത്ത് കളയാം. അതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നേരത്തെ മാറ്റി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുവാണ്. അപ്പോൾ വളരെ കുറച്ച് ബട്ടറിൽ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കരടൊക്കെ കാണും, അതങ്ങ് മാറ്റണം. ഇപ്പോൾ നല്ലൊരു കുറുകിയ പേസ്റ്റ് കിട്ടി. വേറെ പാത്രത്തിൽ ഇച്ചിരി ബട്ടർ ഇട്ട് ഈ ഇതിനെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും. അതൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ക്രീം ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റും രുചിയും. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ നമുക്ക് പൊടിച്ച് ചേർക്കാം. ഗ്രേവി ഭയങ്കര കട്ടിയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കാം കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിതിൻ്റെ ടേസ്റ്റ് എന്തായാലും നോക്കണം. അപ്പം ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.